തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സർവീസ് സംഘടന നേതാവിന് കാരണം കാണിക്കൽ നോട്ടീസ്. ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിനാണ് നോട്ടീസ് ലഭിച്ചത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നോട്ടീസ് നൽകിയത്. സർക്കാർ ഡോക്ടറെ ഡ്യൂട്ടിക്കിടെ കുഴിനഖ ചികിത്സയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും മണിക്കൂറുകൾ കാത്തു നിർത്തുകയും ചെയ്ത തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിൽ വിമർശിച്ച CPI സർവീസ് നേതാവിന് എതിരെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയായ ദേവസ്വം തഹസീൽദാർ ജയചന്ദ്രൻ ഇലങ്ങലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് സംഘടനാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ OP വിഭാഗത്തിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെയാണ് വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സ നിഷേധിച്ച കളക്ടറുടെ നടപടി അധികാര ദുർവിനിയോഗവും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവുമാണ്. സർക്കാരിനും റവന്യൂ വകുപ്പിനും പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്നതായിരുന്നു കളക്ടറുടെ നടപടിയെന്നും സംഘടന കുറ്റപ്പെടുത്തി. സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിയാണിതെന്ന് ജയചന്ദ്രൻ ഇലങ്ങലും പറഞ്ഞു. ജീവനക്കാരുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരേണ്ടതും ചില വിഷയങ്ങൾ നമ്മൾ ഉന്നയിക്കേണ്ടതും എല്ലാം സർവീസ് സംഘടനാ നേതാക്കന്മാരാണ്. അത്തരത്തിലാണ് ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി അവമാനിക്കുന്ന രീതിയിൽ കളക്ടർ പെരുമാറിയെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ കൂടി ആ ചാനലിൽ ഞാൻ പങ്കുവച്ചത്. അതൊരു സർവീസ് സംഘടന ഒരു ജീവനക്കാരന്റെ കോഡ് ഓഫ് കണ്ടക്റ്റിന് എതിരാണ് എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം കളക്ടർ സ്വന്തം ആവശ്യത്തിനായി പിടിച്ചിട്ടതും വിവാദമായിരുന്നു. ഇത്തരത്തിൽ നിരന്തരം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന കളക്ടറോട് വിശദീകരണം ചോദിക്കേണ്ടതിന് പകരം സർവീസ് സംഘടനാ ഭാരവാഹികൾക്കെതിരെ ചട്ടങ്ങളെ വളച്ചൊടിച്ച് ഭീഷണി മുഴക്കുന്നുവെന്നാണ് CPI സംഘടനയുടെ നിലപാട്. ഈ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ എല്ലാ കളക്ടറേറ്റുകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്ന് ജോയിന്റ് കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.